കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് കണ്ണൂരിൻ്റെ ഒരു ചരിത്ര നഗരിയിലാണ്. എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ വ്യാപാര ബന്ധമുണ്ടായിരുന്ന ഒരു തുറമുഖ പട്ടണം. അതിനേക്കാൾ ഏറെ പ്രാധാന്യം കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിരുന്ന അറക്കൽ രാജവംശത്തിൻ്റെ ആസ്ഥാനത്ത്, ജില്ലയുടെ ഹെഡ് ക്വാർട്ടർ അല്ലാതെ ഇരുന്നിട്ടും സിറ്റി എന്നറിയപ്പെടുന്ന കണ്ണൂർ സിറ്റിയിലാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് 105 വർഷം പഴക്കമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം തേടിയും അതിൻ്റെ അമരക്കാരൻ്റെ ജീവിതത്തിലൂടെയും സഞ്ചരിക്കാനാണ്. നിങ്ങൾ കണ്ണൂർ സിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ആ സിറ്റിയിലേക്ക് കടക്കുമ്പോൾ തന്നെ പുരാതനമായ ഒത്തിരി കെട്ടിടങ്ങൾ നിങ്ങൾക്ക് കാണാം. അറക്കൽ മ്യൂസിയം ഉൾപ്പെടെ കാണാം. പിന്നെ പല സ്ഥലത്തും കാണുന്ന ഒരു ബോർഡാണ് ദീനുൽ ഇസ്ലാം സഭ. 105 വർഷം മുമ്പ് മയ്യത്ത് പരിപാലനത്തിൽ തുടങ്ങി ഇന്ന് പ്ലേ സ്കൂൾ മുതൽ PG വരെ വിദ്യാഭ്യാസം നൽകുന്ന വലിയൊരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തെ നൂറ്റാണ്ടുകാലം നയിച്ചതാരാണെന്നറിയോ? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന, മലയാളികളുടെ അഭിമാനമായിരുന്ന അഹമ്മദ് സാഹിബായിരുന്നു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അമരത്തേക്ക് പുതിയ ആളുകൾ വന്നത്. ഇന്ന് ഇതിനെ നയിക്കുന്ന ഇതിൻ്റെ ജനറൽ സെക്രട്ടറി സമീറിൻ്റെ തേടിയാണ് സക്സസ് സ്റ്റോറി എത്തിയിരിക്കുന്നത്. അപ്പോൾ സമീർ ആരാണ്? 2 പതിറ്റാണ്ട് കാലം കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു, ഡെപ്യൂട്ടി മേയറായിരുന്നു. 1/4 നൂറ്റാണ്ട് കാലമായി ദീനുൽ ഇസ്ലാം സഭയുടെ അതോടൊപ്പം സഞ്ചരിക്കുന്ന അതിൻ്റെ ഭാരവാഹിയാണ്, ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇപ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്. നിങ്ങൾക്കറിയാം, ഒരു പ്രസ്ഥാനത്തിൻ്റെ നെടും തൂണുകൾ അതിൻ്റെ പ്രസിഡൻറ്റും അതിൻ്റെ ജനറൽ സെക്രട്ടറിയുമാണ്. അപ്പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറി സമീറിലൂടെ, പൊതുപ്രവർത്തനത്തിലൂടെ, അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. പൊതുപ്രവർത്തകനാണ്, ജീവകാരുണ്യ പ്രവർത്തകനാണ്, വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. തന്നെ കൊണ്ട് കഴിയുന്ന സമസ്ത മേഖലകളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയേണ്ടത് സമീർ എന്ന പൊതുപ്രവർത്തകനെ, അതോടൊപ്പം 105 വർഷം പഴക്കമുള്ള ദീനുൽ ഇസ്ലാം സഭ എന്ന വലിയ പ്രസ്ഥാനം, ഇന്ന് ഏതാണ്ട് 5000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ പടവുകളിലൂടെയും നമുക്കൊന്ന് സഞ്ചരിക്കണം. പ്രേക്ഷകർക്കും ഒപ്പം സമീറിനും സക്സസ് സ്റ്റോറിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. സമീർ ഭായി, ഞങ്ങൾ ഈ സക്സസ് സ്റ്റോറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങളിങ്ങനെ ഈ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക, പ്രസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുക, വെറൈറ്റി മനുഷ്യരെ തേടിയെത്തുക. അപ്പം നമ്മളൊക്കെ എപ്പോഴും കണ്ണൂർ സിറ്റിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്നൊരു ബോർഡാണ് ദീനുൽ ഇസ്ലാം സഭ. കണ്ണൂർ സിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചരിത്രം ഉറങ്ങുന്ന പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ അമരക്കാരൻ എന്ന നിലക്കാണ് താങ്കളിലേക്ക് ഞങ്ങൾ എത്തുന്നത്. ആദ്യം താങ്കളെ അറിയണമല്ലോ, എന്നിട്ട് ദീനുൽ ഇസ്ലാം സഭയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. സമീർ, എവിടെയാണ് ജനനം? ഞാൻ ജനിച്ചത് ഈ പ്രദേശത്തിന് തന്നെ തൊട്ടടുത്തുള്ള നീർച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. 1970-ലാണ് എൻ്റെ ജനനം. 70. യെസ്. എൻ്റെ ഉപ്പ ഒരു തലശ്ശേരിക്കാരനാണ്, നവാസ് ഖാൻ്റെ. ഉപ്പാന്റെ പേരെന്താണ്? ഉപ്പാന്റെ പേര് പോക്കു എന്നാണ്. പോക്കു അബൂബക്കർ എന്നാണ്. ഉമ്മ ഹാജറ, കണ്ണൂർ സിറ്റി നീർച്ചാൽ സ്വദേശി തന്നെയാണ്. ഉപ്പായ്ക്ക് എന്തായിരുന്നു ജോലി? ഉപ്പ അവിടെ ഒരു ഷോപ്പ്, തലശ്ശേരിയിൽ അറിയപ്പെടുന്ന ഉമ്മർ ബീഡി കമ്പനി, ആ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? നമ്മൾ മക്കള് 11 പേരുണ്ട്. 11 മക്കളുണ്ടായിരുന്നു. ഉമ്മാന്റെ പേരെന്തായിരുന്നു? ഹാജറ. പോക്കു ഹാജറ ദമ്പതികൾക്ക് 11 മക്കളുണ്ട്. 11 മക്കളിൽ നിങ്ങൾ എത്രാമത്തെ ആളാ? ഞാൻ രണ്ടാമത്തെ ആളാ. 11 പേര് ലൈവായിട്ടുണ്ട്. നീർച്ചാലാണ്. 11 പേര് ലൈവായില്ല, ഒരാൾ മരണപ്പെട്ടു. ഇപ്പൊ 10 പേര് ലൈവായിട്ടുണ്ട്. പിന്നെ നീർച്ചാലിലാണ് ജനനം. രണ്ടാമത്തെ ആളാണ്. മൂത്ത ആൾ എന്താ ചെയ്യുന്നത്? മൂത്ത എൻ്റെ ഒരു സഹോദരിയാണ്. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. താങ്കളുടെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നീർച്ചാൽ സ്കൂളിലായിരുന്നു 7 വരെ പഠിച്ചിരുന്നത്. അതിനുശേഷം കണ്ണൂർ മുനിസിപ്പൽ ഹൈസ്കൂളിലായിരുന്നു ഹൈസ്കൂൾ ജീവിതം. അതിനുശേഷം നമ്മുടെ പള്ളിക്കുന്നുള്ള കോപ്പറേറ്റീവ് ആർട്സ് കോളേജിലായിരുന്നു എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം. ഈ 11 മക്കളുടെ ബാല്യം എങ്ങനെയാണ് ഓർമ്മ? 11 മക്കളുടെ ബാല്യം, കാരണം ഇന്ന് 11 മക്കൾ ഒരു വീട്ടിൽ നല്ല പറഞ്ഞ ആളിങ്ങനെ അന്തപ്പെട്ടു. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ 11 മക്കളിൽ രണ്ടാമനായി താങ്കൾ വളരുമ്പോൾ ഈ 11 സഹോദരങ്ങളും താങ്കളുമുള്ള ജീവിതം എങ്ങനെ ഓർക്കുന്നു? ഇന്നത്തെ അന്തരീക്ഷം അല്ലല്ലോ. അതെ, എൻ്റെ ഉമ്മയുടെ ഉപ്പ ഒരു ഫിഷർമാൻ ആയിരുന്നു. അവരാണ് അന്നത്തെ കുടുംബനാഥനായിട്ട് ഉണ്ടായിരുന്നത്. അവർ ഒരു അത്യാവശ്യം
സാമ്പത്തികമായി കഴിവുള്ള ആളായിരുന്നു അന്നത്തെ ആ സമയത്ത്. പെട്ടെന്ന് നമ്മുടെയൊക്കെ ബാല്യത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. അതിനുശേഷം നമ്മുടെ ഉമ്മാമ ഗ്രാൻഡ് മദറായി ഉണ്ടായിരുന്ന അവരായിരുന്നു പിന്നെ നോക്കിയത്. എന്താണ് ഗ്രാൻഡ് മദറിന്റെ പേര്? ഖദീജ എന്ന്, കഴിച്ചു എന്ന് വിളിക്കല്. കഴിച്ചു. അപ്പൊ ആ രീതിയിലാണ് ആജു എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു അവസ്ഥയിലാണ് ജീവിച്ചു. സ്വന്തമായി വീടുണ്ടായിരുന്നു ആ സമയത്ത്, ചെറിയൊരു ഓടിട്ട വീടായിരുന്നു നീർച്ചാലില്. ഇപ്പോൾ ആ വീടില്ല, അത് നമ്മൾ കൊടുത്തു. പിന്നെ എല്ലാവരും മാറി. അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു പായിൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ച് കഴിയുന്ന ഒരവസ്ഥ. ഈ 11 മക്കള് ഓടിട്ട വീടാന്ന് പറഞ്ഞില്ല, എത്ര മുറികൾ ഉണ്ടായിരുന്നു? 3-4 മുറിയാണ്. ഈ 11 മക്കളുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു? രാവിലത്തെ ഭക്ഷണം, കിടത്തം, ഉറക്കം, സ്കൂൾ, ഇതൊക്കെ എങ്ങനെ? ഇതൊക്കെ ചോദിക്കുന്ന ഇന്നത്തെ തലമുറ ഇതൊന്നും അറിയണമല്ലോ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക്. അന്ന് ഇന്നത്തെ പോലെ നമ്മുടെ ഒരു ഡൈനിങ് ഹാളോ അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല. നമ്മളൊക്കെ അടുക്കളയിൽ പോയി അന്ന് സ്റ്റൂളോ ബെഞ്ചോ കസാരയോ ഒന്നും ഇല്ലാതെ നിലത്തല്ല, പലക ഉണ്ടാവും, ചെറിയ പല, അതൊക്കെ ഇരുന്ന് നമ്മളൊക്കെ കഴിച്ചതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ആ രീതിയിൽ പിന്നെ സ്കൂളിലെ മദ്രസയിലും സ്കൂളിലൊക്കെ സൗകര്യങ്ങളില്ലാത്തൊരു സ്കൂളായിരുന്നു നീർച്ചാലിൽ എന്ന് പറയുന്നത്. അതും ഇതുപോലെ 100 വർഷം പൂർത്തിയാക്കിയ ഒരു സ്കൂളാണ്. 100 വർഷം പൂർത്തിയാക്കിയ സ്കൂളാണ്. അന്നത്തെ നമ്മുടെ ആർ ശങ്കർ, പഴയ ആളുകൾ പറഞ്ഞു കേട്ടത് ആർ ശങ്കർ മുഖ്യമന്ത്രിയായി കണ്ണൂരിൽ നിന്ന് ജയിച്ചു പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ആ സ്കൂളൊക്കെ സ്ഥാപിക്കുന്നത്. വലിയൊരു തറവാട്ട് വീട്ടുകാരൊക്കെയാണ് ആ സ്കൂളിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. അവർ സ്ഥലം കൊടുത്തു, അവർ സ്കൂൾ പണിതു, അങ്ങനെ ഗവൺമെൻറ്റിലേക്കൊക്കെ കൊടുത്തു. ആ ഒരു രീതിയിലുള്ള കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിന്റെ പേരിലാണ്. 7 വരെ. ആ കാലഘട്ടത്തിലെ അധ്യാപകരെയൊക്കെ ഓർമ്മയുണ്ടോ? കുറച്ചാളുകളെ ഓർമ്മയുണ്ട്. സഹപ്രവർത്തകർക്ക് നമ്മുടെ ഇപ്പോഴായിട്ട് ബന്ധമുള്ള ആളുകൾ, സഹപാഠികൾ. ഈ 100ാം വാർഷികം കഴിഞ്ഞ വർഷം നടത്തിയപ്പോൾ നമ്മൾ ഒരു ജീവിച്ചിരിപ്പുള്ള 10-40ഓളം അധ്യാപകർ ആ സമയത്തുള്ളതും അതിനുശേഷമുള്ളൊക്കെ ആയിട്ടുള്ളവരൊക്കെ അവിടെ വന്നിരുന്നു. മുനിസിപ്പൽ ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ ജീവിതം എങ്ങനെയായിരുന്നു? മുനിസിപ്പൽ ഹൈസ്കൂളിലെ വീണ്ടും നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടുകാരുടെ ഒരു ആഗ്രഹമായിരുന്നു. അന്ന് സിറ്റി ഹൈസ്കൂൾ ഉണ്ടായിട്ടും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകണം. കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അവരുടെ മക്കൾക്ക് കിട്ടാതിരിക്കാൻ പാടില്ല എന്നുള്ളൊരു ലക്ഷ്യം. പഴയ ആളുകൾ മുനിസിപ്പൽ ഹൈസ്കൂളിലേക്ക് അന്ന് അവിടെ മുനിസിപ്പൽ ഹൈസ്കൂൾ എന്ന കണ്ണൂരിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു സ്ഥാപനമാണ്. എല്ലാം കൊണ്ടും പഠന രംഗത്തായാലും രാഷ്ട്രീയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ തുടക്കം അങ്ങനെയാണ് അവിടെ എത്തിച്ചേരുന്നത്. അവിടെ എത്തി 7 മുതൽ 10 വരെ അവിടെ പഠിച്ചു. അന്ന് വലിയ CH പൈതൽ മാസ്റ്ററെ പോലെയുള്ള TO വി ശങ്കരൻ നമ്പ്യാർ പോലെയുള്ള അങ്ങനെയുള്ള പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ. സഹപാഠികൾ അന്ന് ഇന്ന് ബിസിനസ് രംഗത്തും ആ രീതിയിലൊക്കെ PT ഉഷയൊക്കെ അത് പഠിക്കുന്ന നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ സ്പോർട്സ് ഡിവിഷന്റെ അല്ല ആ രീതിയിലാണ് സ്പോർട്സ് ഡിവിഷന്റെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ PT ഉഷയുടെ കാലഘട്ടത്തിൽ പഠിച്ച ആളാണ്. അവരെ സഹപാഠി എന്ന് വേണമെങ്കിൽ പറയാം. ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പിന്നെ കോളേജ് വിദ്യാഭ്യാസം അതിനുശേഷം നമ്മുടെ സ്വകാര്യ കോളേജായിരുന്നു കാനൂർ ആർട്സ് കോളേജ്. അവിടെയും പ്രീ ഡിഗ്രി ഒക്കെ പൂർത്തിയാക്കി. അതിൻ്റെ കൂടെ ഈ അറബിക് അധ്യാപക യോഗ്യതയുള്ള അഫ്സലുൽ ഉലമ കോഴ്സും പഠിച്ച് ഞാൻ പാസ്സായിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഏത് കാലഘട്ടത്തിലാണ്? ഹൈസ്കൂളിൽ എത്തിയത് മുതലാണ്. MSF ആയിരുന്നു. എങ്ങനെ MSF എത്തി? MSF നമ്മുടെ ഒരു പ്രാദേശികമായ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. അന്ന് ലീഡർഷിപ്പിലുണ്ടായിരുന്ന പ്രഗത്ഭരായ ആളുകൾ, അന്ന് ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് നേതാക്കന്മാർ, നമ്മുടെ TPV കാസിമിനെ പോലെയുള്ള, പിന്നെ അബ്ദുൽ കരീം ചേലേരി, സ്റ്റേറ്റ് തലത്തിലൊക്കെയുള്ള ഹബീബുർ റഹ്മാൻ്റെ ഒക്കെ നമ്മളന്ന് കേട്ടുവരുന്ന ഒരു സമയമാണ്. നമ്മുടെ കൂടെയല്ല, നമ്മൾ കേട്ടുവരുന്ന വളരെ ജൂനിയർ ആയിട്ടുള്ള ആ ഒരു സമയത്താണ് MSFലൊക്കെ. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് അന്ന് ഈ ഇന്നത്തെ സംഘർഷവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് സ്മൂത്ത് ഉണ്ടായിരുന്നു. മുനിസിപ്പൽ ഹൈസ്കൂൾ അതിന്റെ വലിയൊരു കേന്ദ്രമാണ്. എന്തായിരുന്നു ആ കാലത്ത്? കാരണം സമരം വളരെയേറെ കൂടുതൽ ഉണ്ടായിരുന്നു. ഇവിടെ സിറ്റി ഹൈസ്കൂളിൽ സമര സ്കൂളാണ്, പഠന കാര്യത്തിൽ പിന്നോക്കാണ് എന്നുള്ളൊരു പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് മുനിസിപ്പൽ ഹൈസ്കൂളിൽ എത്തിയത്. പക്ഷെ അവിടെ അന്ന് സമരമായിരുന്നു. പക്ഷേ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള നല്ല അധ്യാപകന്മാർ, ഇടപെടുന്ന അധ്യാപകന്മാർ വളരെ സമർത്ഥരായി ചിരിച്ചുകൊണ്ട് ഇനി എത്ര ക്രൂഷ്യലായിട്ടുള്ള സംഘർഷാവസ്ഥ ഉണ്ടായാലും അത് അധ്യാപകന്മാർ അവിടെ ഇടപെട്ടാൽ തീരുന്ന രീതിയിൽ ആ ക്യാമ്പസിനകത്ത്. സിറ്റിയിലെ സ്കൂളിൽ ചേരാതിരുന്നത് ഇവിടെ സമരമുള്ളൂ അല്ലെ? അവിടെ ചെന്നപ്പോ പടവേടിച്ച് പ്രത്യേകിച്ച് ഇവിടെ അന്ന് ഷിഫ്റ്റ് സമ്പ്രദായമായിരുന്നു സിറ്റി സ്കൂളിൽ. രാവിലെ ഒരു ഉച്ചവരെ ഒരു ഷിഫ്റ്റ്, ഉച്ചയ്ക്ക് ശേഷം
ഇവിടെ ഷിഫ്റ്റ് ഇല്ലാതെ റെഗുലറായി 10 മുതൽ 4 വരെ ഉള്ള സമയത്തുള്ള ക്ലാസ് ആയിരുന്നു. അതൊക്കെ ആ ഒരു സൗകര്യം നോക്കിയിട്ടാണ് അവിടെ പോയത്. MSF ആദ്യം എത്തിയത് ഏത് പദവിയിലാണ്? ഇവിടുത്തെ കണ്ണൂർ സിറ്റി MSF ഉണ്ടായിരുന്നു. അതായത് MSF സംസ്ഥാന തലത്തിൽ ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ ആദ്യമായി ഉണ്ടായ ഒരു യൂണിറ്റാണ് സിറ്റി MSF. MSFന്റെ തുടക്കകാലത്ത് ഉണ്ടായ യൂണിറ്റിലെ ഒരു ഭാഗമാകാൻ ഏത് ഭാരവാഹിത്വത്തിൽ ആദ്യം സെക്രട്ടറി തന്നെ വന്നു അല്ലേ? MSF രൂപീകരിച്ച കാലം തന്നെ. അതിനുശേഷം ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്തായിരുന്നു? അന്ന് MSF ആണ്. അവിടെ MSFന് യൂണിറ്റ് ഒന്നുമില്ല. നമ്മൾ കുറച്ച് കുട്ടികളെ MSF അനുഭാവികളായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ മണ്ഡലം ജില്ലാ തലത്തിലൊക്കെ വ്യാപിച്ചു MSFന്റെ. പിന്നീട് യൂത്ത് ലീഗിലൊക്കെ വന്നു, യൂത്ത് ലീഗിന്റെ ഭാരവാഹിത്വത്തിലൊക്കെ. ഈ 11 മക്കളുള്ള താങ്കളുടെ കുടുംബത്തിൽ ആ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഴയകാല പ്രയാസങ്ങളായിരുന്നു. നമ്മുടെ ഈ 11 മക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ എത്ര പെണ്ണുമായിരുന്നു? 6 പെണ്ണും 5 ആണായിരുന്നു. അത് തന്നെ ഒരു പ്രസവത്തിൽ ഒരു ഇരട്ട കുട്ടികളാണ്. അതാ രസം. കൂടുതൽ കുട്ടികളുണ്ട്, പക്ഷെ ഒരു പ്രസവത്തിൽ നമ്മുടെ ഉമ്മക്ക് കിട്ടിയത് ഇരട്ട കുട്ടികളാണ്. മക്കൾ 11. അതിൽ തന്നെ ഒരാണും പെണ്ണുമായിരുന്നു. ഇരട്ടയിൽ ഒരാണും പെണ്ണു. സാധാരണ ഇരട്ടകൾ ഒരേപോലെ ആയിരിക്കും. ഇത് അതിൽ ഒരാണും അതിലൊരു വെറൈറ്റി. പ്രസവം 10, മക്കൾ 11, ഇരട്ടകളിൽ ഒരാണും പെണ്ണും. അതെ, അങ്ങനെ. ആ സഹോദരിയാണ് 3 വർഷം മുമ്പ് മരണപ്പെട്ടു പോവുകയും ചെയ്തത്. അപ്പൊ വിദ്യാഭ്യാസ കാലഘട്ടം അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ, അങ്ങനെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി എന്ന് പറയാം. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് അന്ന് പഠിപ്പിക്കണം എന്നൊരു ആഗ്രഹം അവർക്കൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ, ഗ്രാൻഡ് മദർ, ഇവരൊക്കെ അവർക്ക് കിട്ടുന്ന അവരുടെ സമ്പാദ്യത്തിലൊക്കെ ഉണ്ടാകുന്ന മിച്ചമായത് പഠന കാര്യത്തിന് വേണ്ടി എന്ത് ചോദിച്ചാലും തരുന്നൊരു അവസ്ഥയാണ് അവരുടെ ഒരു. അറബിക് അധ്യാപകനാകാൻ എവിടെയാ പഠിച്ചത്? അറബിക് അധ്യാപനം ഞാനത് പ്രൈവറ്റായിട്ടാണ് പഠിച്ചിരുന്നത്. അന്ന് അതിന് നമുക്ക് നേതൃത്വപരമായി പങ്ക് തന്നത് അന്ന് ഈ ദീനുൽ ഇസ്ലാം സഭയുടെ ഒരു സ്ഥാപനം ഉണ്ട്, ഇസ്സത്തുൽ ഇസ്ലാം മദ്രസ. നമ്മൾ രാവിലെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് രാത്രി ഒരു 5-8 പേർക്ക് ഒരു അധ്യാപകൻ ഹാരിസ് മൗലവി എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മൾ പ്രത്യേകമായ ഒരു ക്ലാസ് നടത്തിയിട്ടാണ് ആ പരീക്ഷയ്ക്ക്. അതുപോലെ മരിച്ചുപോയ വേറൊരു അറബിക് അധ്യാപകൻ ഉണ്ടായിരുന്നു, ഒരു അബൂബക്കർ സിറാജുൽ ഉലൂം സ്കൂളിൽ. അവരുടെയൊക്കെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് അത് പ്രൈവറ്റായി പഠിച്ച് ആ ഒരു ബിരുദം നേടി. അന്ന് പഠിച്ച് ഈ യോഗ്യത നേടിയിൽ 4-5 പേർ ഇപ്പോഴും അറബി അധ്യാപകരായി ജോലി സർവീസിലുണ്ട്. ഈ നിങ്ങളുടെ ഈ ചെറുപ്പകാലത്തെ കണ്ണൂർ സിറ്റിയെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മ എന്താണ്? ഇപ്പൊ ഞങ്ങൾ കാണുന്ന സിറ്റി അല്ലല്ലോ, എങ്ങനെയാണ് ആ സിറ്റി എന്ന് പറയുമ്പം? വിദ്യാഭ്യാസപരമായ ഒരു പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നു. പല പ്രയാസങ്ങൾ. തീരപ്രദേശമാണ്, യാത്ര ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ്. പക്ഷേ പിന്നെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കൊക്കെ ആയി ആ സമയത്ത് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ജനിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് തീരെ കടന്നു വരാത്ത, അന്ന് ചെറിയ പ്രായം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിട്ട് ഒരു കാലമാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഹറാമാണെന്നുള്ള ഒരു ചിന്തയുള്ള കാലം. 12, 13, 15 വയസ്സിൽ പോലും കല്യാണം കഴിയുന്ന ഒരു അവസ്ഥ ആ സമയത്ത്. പിന്നീട് ഗൾഫ് കുടിയേറ്റം വന്നപ്പോഴാണ് 1970 ശേഷം 12 വയസ്സിലൊക്കെ കല്യാണം കഴിയുന്ന ആളുകളുണ്ട്. താങ്കളുടെ ഓർമ്മയിൽ അങ്ങനെ ഉണ്ടോ കല്യാണം? താങ്കളുടെ കുടുംബത്തിൽ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടില്ല? എന്റെ ഓർമ്മയിലില്ല, പറഞ്ഞു കേട്ട അറിവാണ്. അപ്പൊ ആ ഒരു ഗൾഫ് കുടിയേറ്റത്തോടു കൂടിയാണ് കുറെ മാറ്റങ്ങൾ ഇവിടെ വന്നു തുടങ്ങി. പക്ഷെ ആ സമയത്തും ബ്രണ്ണൽ കോളേജിലടക്കം പോയി പഠിച്ച ആളുകൾ നമ്മുടെ കണ്ണൂർ സിറ്റി പ്രദേശത്തുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ വിദ്യാഭ്യാസ തുടക്കം എന്ന് പറയുന്നത് 1920 സഭ സ്ഥാപിക്കപ്പെടുന്നത്. അതിൻ്റെ മുമ്പ് തന്നെ AN കോയക്കുഞ്ഞി സാഹിബ് എന്ന് പറയുന്ന കോയിക്ക എന്നറിയപ്പെടുന്ന വലിയൊരു വിദ്യാഭ്യാസ വിചക്ഷണനായ ആളുകളുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് സിറ്റിയുടെ ഒരു വിദ്യാഭ്യാസ തുടക്കം. അറക്കൽ രാജവംശത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. PM മൂസ കോയ തങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകൾ സമ്പത്ത് കൊണ്ട് പല കാര്യങ്ങൾ കൊണ്ടും ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ദീനുൽ ഇസ്ലാം സഭയുടെ ഗേൾസ് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം പോലും അറക്കൽ രാജവംശത്തിന്റെ കുടുംബത്തിൽപ്പെട്ട സ്ഥലമാണ്. തോപ്പ് എന്ന് പറയുന്നത് സഭ അത് വിലക്ക് വാങ്ങിയതാണെങ്കിൽ പോലും അവരുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു, ഒരു വീടായിരുന്നു. ആ വീടാണ് പിന്നീട് സ്കൂളായും ഒക്കെ ആയി പുതിയ ബിൽഡിംഗ് ഒക്കെ. കണ്ണൂർ സിറ്റി എന്ന് പറയുന്നത് നേരത്തെ നവാസ്ക പറഞ്ഞതുപോലെ നമ്മൾ വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളുടെ പേരാണ് നമുക്കറിയാം. എറണാകുളം സിറ്റി, തിരുവനന്തപുരം സിറ്റി, ബോംബെ സിറ്റി, ചെന്നൈ സിറ്റി എന്നൊക്കെ. കണ്ണൂർ സിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു പഴയ ഒരു പൗരാണികമായ ഒരു മുഖം അതിനുണ്ട്. ഈ തീരപ്രദേശം തന്നെയാണ് അതിൻ്റെ. നമുക്കറിയാം നമ്മുടെ കണ്ണൂർ കോട്ട, അതുപോലെ അറക്കൽ രാജവംശം,
നമ്മുടെ ഈ തീരപ്രദേശം കടൽ, ലക്ഷദ്വീപുമായി, പോർച്ചുഗലുമായി, ഡച്ചുകാരുമായി ഒക്കെ ഒരുപാട് വ്യാപാര ബന്ധമുണ്ടായിരുന്ന പ്രദേശം. ഏറ്റവും യാത്രാ സൗകര്യം ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് കണ്ണൂർ സിറ്റിയാണ് പഴയ ടൗണ്. പക്ഷെ ഇന്ന് സിറ്റി അല്ല. നമ്മുടെ ആ ഒരു പേര്, നമ്മുടെ ഇവിടെ വന്ന ഒരു സിറ്റിയുടെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടിയില്ല. കുറേ പഴയ കെട്ടിടങ്ങൾ, വീടുകൾ, ഇങ്ങനെയുള്ള റോഡുകൾ, അവസ്ഥകൾ നമ്മൾ കാണാം. പക്ഷെ ആ സിറ്റി അന്ന് വന്നത്, ഇപ്പോഴും നമ്മൾ ഒരു അരി ബസാർ, അരി മാത്രം വിൽക്കുന്ന ഒരു ബസാർ, അതിന് പേര് ഇപ്പോഴും അരി ബസാർ എന്നാണ്. കണ്ണൂർ സിറ്റി. ഈ കണ്ണൂർ സിറ്റിയുടെ പഴയൊരു പേര് ഇറച്ചി മാർക്കറ്റ് എന്നാണ്. ഇറച്ചി വിൽക്കാൻ വേറെ അരി ബസാർ ഉണ്ട്, ഇറച്ചി മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഒരുപാട് കൂടാരങ്ങൾ, ആനയിടുക്ക്, അതായത് ആനയിടുക്ക്, ആ ഒരു പ്രദേശം ആ ഒരു പേരിൽ അങ്ങനെ അറിയപ്പെടുന്നു. ആ രീതിയിൽ സാഹിബിന്റെ വീട് നമ്മുടെ സിറ്റി ജുമാഅത്ത് പള്ളിന്റെ അടുത്തുള്ള വലിയ മക്കാടത്തെ തറവാട് എന്ന് പറയുന്ന വലിയൊരു തറവാടാണ്. ഇന്നിപ്പോൾ അവിടെ താമസം ഇല്ല, ഒരാൾ മാത്രമാണ് താമസിക്കുന്നത്. അവിടെയാണ് അവരുടെ തറവാട്. പിന്നെ സാഹിബ് താണ ഭാഗത്തേക്ക് താമസം മാറ്റി അല്ലേ? താങ്കളുടെ ഈ വിദ്യാർത്ഥി കാലഘട്ടം ഈ MSF യൂണിറ്റ് സെക്രട്ടറി ആയതിനു ശേഷം പിന്നെ ഏത് പോസ്റ്റിലേക്കാണ് വരുന്നത്? പിന്നെ ഈ സിറ്റി MSF വന്ന് പിന്നെ കണ്ണൂർ മുനിസിപ്പൽ MSF, മണ്ഡലം കമ്മിറ്റി, പിന്നെ ജില്ലാ കമ്മിറ്റി, ആ രീതിയിലേക്കാണ് പോയത്. അപ്പോഴേക്ക് ഈ അഹമ്മദ് സാഹിബ് ആണല്ലോ അന്നത്തെ ഏറ്റവും വലിയ ലീഡർ കണ്ണൂർ ജില്ലയിലെ, പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന്. അഹമ്മദ് സാഹിബിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എങ്ങനെ? അഹമ്മദ് സാഹിബിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത് ഈ ദീനുൽ ഇസ്ലാം സഭയുടെ പ്രവർത്തനവുമായി അടുത്ത്. എങ്ങനെയാണ് ദീനുൽ ഇസ്ലാം സഭയുടെ പ്രവർത്തനങ്ങളിലേക്ക് താങ്കൾ വന്നത്? അത് നമ്മുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. നമ്മളൊരു വിദ്യാർത്ഥി യൂത്ത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടേണ്ട സാഹചര്യം വന്നു. ആ രീതിയിലാണ് വന്നത്. ഈ അറബി അധ്യാപകനായിട്ട് ആ കോഴ്സ് പാസ്സായിട്ടും എന്തുകൊണ്ട് ആ ഒരു പോസ്റ്റിലേക്ക് പോയില്ല താങ്കൾ? അതെ, ആ ജോലിയിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. പോകാമായിരുന്നു. പക്ഷേ അന്ന് എന്താണ് നമ്മൾ അറിയാം, നമ്മുടെ തലയിൽ എഴുത്ത് പറയായിരിക്കും. ഈ വിദ്യാർത്ഥി പ്രീ ഡിഗ്രി കഴിഞ്ഞു, അറബി അധ്യാപകന്റെ കോഴ്സും പാസ്സായി. പിന്നെ താങ്കൾ എന്തിലേക്കാണ് കിടക്കുന്നത്? പിന്നീട് ഞാൻ 1990 കാലഘട്ടം, അതിനുശേഷം എനിക്ക് പിന്നെ കണ്ണൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. ചൊവ്വക്കുള്ള കണ്ണൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൽ അന്ന് 92 അന്ന് അധികാരത്തിലുള്ള UDF ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടുകൂടി തന്നെയാണ് എനിക്ക് അവിടെ ജോലി, പാർട്ടിയുടെ ഇടപെടൽ കൊണ്ട് കിട്ടിയത്. അവിടെ 10 വർഷത്തോളം ജോലി ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തനം യൂത്ത് വിങ് ഉണ്ടായി. 10 വർഷത്തോളം ഞാൻ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഗൾഫിലേക്ക് പോയി. ഒരു വർഷം അല്ലൈനിൽ, UAE അല്ലൈൻ പ്രദേശത്ത് പോയി. അങ്ങനെ 2000 എൻ്റെ കല്യാണം കഴിയുന്നത്. അങ്ങനെ തിരിച്ചു വരേണ്ടി വന്നു. ഗൾഫ് ശരിയായില്ല, അങ്ങനെ തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെയാണ് വീണ്ടും പിന്നീട് സ്പിന്നിങ് മില്ലിൽ തന്നെ ജോയിൻ ചെയ്തത്. 2005 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് കോപ്പറേറ്റീവ് സ്പിന്നിങ് മില്ലിലെ ജോലി രാജിവെക്കുന്നത്. അധ്യാപകനായി ആഗ്രഹിച്ചു, ആ ഭാഗം പഠിച്ചു. പക്ഷേ സ്പിന്നിംഗ് മിൽ ജീവനക്കാരനായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി. പിന്നെ ഈ MSF സെക്രട്ടറി സ്ഥാനത്ത് പിന്നെ യൂത്ത് ലീഗിന് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശാഖ കമ്മിറ്റി മുതൽ മുനിസിപ്പൽ കമ്മിറ്റി, മണ്ഡലം കമ്മിറ്റി, ജില്ലാ യൂത്ത് ലീഗിന്റെ ജോയിന്റ് സെക്രട്ടറിയൊക്കെ ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗിൽ ആ പോസ്റ്റ് വരെയാണ് എത്തിയത്. സ്റ്റേറ്റ് കൗൺസിലറായി, സ്റ്റേറ്റ് കൗൺസിലറായിട്ടും യൂത്ത് ലീഗിൽ വന്നു. അത് കഴിഞ്ഞ് മുസ്ലിം ലീഗിലേക്കാണ് പിന്നെ നമ്മുടെ ഒരു പ്രവർത്തന മേഖല ഉണ്ടായിരുന്നത്. അതിൽ ഇതുപോലെ തന്നെയാണ് ശാഖ മുതലും മുനിസിപ്പാലിറ്റി ആണല്ലോ, നമ്മുടെ പഞ്ചായത്തില്ല, മണ്ഡലം കമ്മിറ്റി, ഇപ്പോൾ മണ്ഡലം ജനറൽ സെക്രട്ടറിയായി നിൽക്കുന്നു. സ്റ്റേറ്റ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി അംഗവും കൂടിയാണ്. ഈ പൊതുപ്രവർത്തന രംഗത്ത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഇപ്പം ഈ ദീനുൽ ഇസ്ലാം സഭയെ കുറിച്ച് പറയുമ്പോൾ മയ്യത്ത് പരിപാലനമാണ് ആദ്യം തുടങ്ങിയെന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ഒരു കാര്യം? ഈ മയ്യത്ത് പരിപാലനം നമ്മുടെ ഈ 20 സഭ ആരംഭിക്കുന്ന സമയത്ത് അതിൻ്റെ വർത്തക കാലഘട്ടങ്ങളിലെ പ്രമുഖരായ ആളുകളാണ്. സമൂഹത്തിൽ സാമ്പത്തികമായും അതുപോലെ ബിസിനസ് രംഗത്തും മതപരമായ രംഗത്തൊക്കെ വലിയ അറിയപ്പെടുന്ന തലയെടുപ്പുള്ള ആളുകളാണ് ഈ രംഗത്ത് വന്നത്. കാരണം ജയിലുകളിൽ നിന്ന് മരിക്കുന്ന അനാഥരായ ആളുകൾ, ആശുപത്രിയിൽ നിന്ന് മരിക്കുന്ന ആളുകൾ, ഇവരുടെ മയ്യത്ത് ഏറ്റെടുക്കാനൊന്നും വന്നൊരു സംഘടിതമായ രൂപം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ സിറ്റിയിലാണ് നമ്മുടെ വലിയൊരു ഖബർസ്ഥാനുള്ളത്, സിറ്റി ജുമാഅത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെയുള്ള ഈ പരിസരത്തുള്ള ഈ ആളുകളാണ് ഇതിനൊരു ഏറ്റെടുക്കാൻ വേണ്ടി നേതൃത്വപരമായ പങ്കുവഹിച്ച് അങ്ങനെയാണ് ദീനുൽ ഇസ്ലാം സഭ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന അനാഥ മയ്യത്തുകൾ ഇവരെ അറിയിക്കും, ഇവരത് ഏറ്റെടുക്കും, അത് മറവ് ചെയ്യും. നല്ല രീതിയിൽ ബഹുമാനാദരവോടുകൂടി ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടിതമായ രൂപമായിട്ട് പിന്നീട്
മാറുകയാണ് ചെയ്തത്. അനാഥ മൃതദേഹങ്ങളോടുള്ള ആദരവിൽ ഇതാരാണ് ആദ്യം സ്ഥാപിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഈ അനാഥ മയ്യത്ത് പരിപാലന സംഘമാണല്ലോ ആദ്യം രൂപീകരിക്കുന്നത്. അല്ല, ദീർഘ സഭയായിട്ടാണ് വന്നത്. ഈ പ്രധാന ലക്ഷ്യം ഇതായിരുന്നു. അതെ, ഇപ്പോഴും അതിന്റെ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ സിറ്റി അനാഥ മയ്യത്ത് പരിപാലനത്തിലുള്ള പരിപാലനം എങ്ങനെയൊക്കെ? മയ്യത്ത് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക. പിന്നെ ഒരു മതത്തിൽപ്പെട്ടവരുടെ മാത്രമാണോ ചെയ്തത്? അതെ, ഇവിടെ മുസ്ലിം ആ രീതിയിലാണ് വന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ റമദാൻ സമയങ്ങളിൽ, നോമ്പിൻ്റെ സമയങ്ങളിൽ പല പ്രദേശത്തു നിന്നും പല ആളുകളും പള്ളികളിൽ പ്രസംഗത്തിനായും പിരിവുകനായും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ അവർക്ക് രാത്രികാലങ്ങളിൽ ഭക്ഷണം കിട്ടാതെ വരും. അത്താഴം കൊടുക്കണം, നോമ്പർ, അങ്ങനെ അവർക്ക് അത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. പിന്നീട് നബിദിനാഘോഷം വലിയ രീതിയിൽ ഇന്നും കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ നബിദിന റാലി, ഏകദേശം ഒരു 7000-8000 മദ്രസ കുട്ടികളും ബഹുജനങ്ങളൊക്കെ പങ്കെടുക്കുന്ന വലിയ നബിദിന റാലി ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണല്ലോ കഴിഞ്ഞത്. ഈ പ്രാവശ്യം പോലും കണ്ണൂർ സിറ്റിയിൽ തന്നെയാണ് വളരെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു പ്രദേശം. അതാണ് ഈ സഭയുടെ പ്രവർത്തനത്തിൻ്റെ തുടക്കം. സമീർ, ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം പറഞ്ഞല്ലോ, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം കഴിഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന രംഗത്തേക്ക് വരുന്നു. മുസ്ലിം ലീഗിൻ്റെ ഏതൊക്കെ പോസ്റ്റിലാണ്? നിയോജക മണ്ഡലം സെക്രട്ടറി സ്ഥാനത്താണ്, അതിൽ സംസ്ഥാന കൗൺസിലുണ്ട്. എപ്പോഴാണ് വർക്കിംഗ് കമ്മിറ്റി എപ്പോഴാണ് ഈ കൗൺസിലർ എന്ന പദവിയിലേക്ക് ഏത് ഇയറിലെത്തുന്നത്? കൗൺസിലർ എന്ന പദവിയിൽ വരുന്നത് 2005-ലാണ്. 2005 മുതലാണ് എൻ്റെ അത് തുടക്കം കുറിക്കുന്നത്. മുനിസിപ്പൽ കൗൺസിലറായി ആ സമയത്ത് നീർച്ചാൽ ഈസ്റ്റ് വാർഡ് എന്നൊരു വാർഡുണ്ട്. ആ വാർഡിൽ നിന്ന് ഏകദേശം ഒരു 700ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. 700 വോട്ടിന്റെ ഭൂരിപക്ഷം? അപ്പോൾ മൊത്തം വോട്ട് എത്രയുടെ? മൊത്തം 1200ഓളം വോട്ട്. 300-400 മൃഗീയ ഭൂരിപക്ഷത്തിലാണ് അത് ജയിച്ചു വന്നത്. മൊത്തം എത്ര വർഷം കൗൺസിലറായിട്ടുണ്ടായിരുന്നു? മുനിസിപ്പൽ കൗൺസിലറായി 2 വർഷം, ഒരേ വാർഡിൽ നിന്ന് തന്നെയാണ് കൗൺസിലറായിട്ട്. കോർപ്പറേഷൻ കൗൺസിലറായിട്ട് ഒരു ടൈം 5 വർഷം. മൊത്തം 15 വർഷം. എല്ലാം ഒറ്റ വാർഡിൽ നിന്ന് തന്നെയാണ്? അല്ല, മുനിസിപ്പൽ കൗൺസിലറായി ഒരു വാർഡിൽ നിന്ന്, ഒരേ വാർഡിൽ. ഏതാ വാർഡ്? ഈസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ ആയിക്കര. ഈ രണ്ട് പ്രദേശവും തമ്മിലുള്ള സ്വഭാവം എന്താ മാറ്റം? രണ്ടും സിറ്റിയിൽപ്പെട്ട പ്രദേശം. സിറ്റി എന്ന് പൊതുവെ അറിയപ്പെടുന്ന പ്രദേശം, കണ്ണൂർ സിറ്റി എന്നറിയപ്പെടുന്ന പ്രദേശം. കോർപ്പറേഷൻ ആകുമ്പോൾ നേരത്തെ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡാണെങ്കിൽ കോർപ്പറേഷനിൽ 3-4 വാർഡുകളൊക്കെ ഉള്ളത്. അങ്ങനെ 3 വാർഡ് കൂടിയിട്ടുള്ള ഒരു ഡിവിഷനാണ് ഐക്കര ഡിവിഷൻ. ഈ ഐക്കര എന്ന ഈ പ്രദേശം ഉൾപ്പെടെ ജില്ലാ ആശുപത്രി, ഐക്കര, കടപ്പുറം, അങ്ങനെയുള്ള 5 കണ്ടി പുതിയ ബസ് സ്റ്റാൻഡ് ഏരിയ ഒക്കെ വരുന്ന കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടുന്ന പ്രദേശത്തെ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. ആ ടൈമിലാണോ ഡെപ്യൂട്ടി മേയർ പദവിയിലേക്ക്? ആദ്യത്തെ 6 മാസം ഡെപ്യൂട്ടി മേയർ. മേയർ ഉൾപ്പെടെയുള്ളവർക്കും പിന്നെ എപ്പോഴും ഒരു ആശങ്ക തരുന്ന ഒരു കൗൺസിലായിരുന്നു അത്. ഒരു ആളുടെ ഭൂരിപക്ഷത്തിൽ ഭരണം നടത്തിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ആദ്യം LDF-ഉം പിന്നീട് UDF-ഉം വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞൊരു സംഘർഷമൊക്കെ ആയിട്ട് വന്നു. താങ്കളുടെ രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിൽ അങ്ങനെ സംഘർഷമൊക്കെ കടന്നു വന്നിട്ടുണ്ടോ? സംഘർഷം അങ്ങനെ പറയത്തക്ക നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തും പിന്നീട് ഉണ്ടായിട്ടുള്ള ചെറിയ ആ രീതിയിലുള്ള കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഈ നമ്മൾ ദീനുൽ ഇസ്ലാം സഭയുടെ കാര്യം പറഞ്ഞപ്പോൾ മയ്യത്ത് പരിപാലനം, രാത്രി ഭക്ഷണം എന്ന് പറഞ്ഞല്ലോ. ആ രാത്രി ഭക്ഷണത്തിന്റെ സംസ്കാരമാണോ ഇന്നും രാത്രിയിൽ ഈ കണ്ണൂർ സിറ്റിയിൽ കാണുന്ന ഈ ഭക്ഷണോത്സവത്തിന്റെ ഒരു തുടക്കം? അങ്ങനെയാണോ ശരിക്കും? എങ്ങനെയാണ് കണ്ണൂർ സിറ്റി അങ്ങനെ ഒരു വെറൈറ്റി? കണ്ണൂർ സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പാവപ്പെട്ടവരും സാധാരണക്കാരും ഇടത്തരക്കാരും എന്നാൽ സാമ്പത്തികമായി കഴിവുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാവരും ഉണ്ടാകുമ്പം പുറത്തുനിന്ന് വരുന്ന ആളുകളെ സ്വീകരിക്കുന്ന വലിയൊരു ആതിഥ്യ മര്യാദ കാണിക്കുന്ന ഒരു പ്രദേശം. അത് ഇത്രത്തോളം ഭക്ഷണം കാണിക്കാൻ വേണ്ടി കഴിയും, പ്രദർശിപ്പിക്കാൻ കഴിയും. ആ ഒരു രീതിയിൽ നിങ്ങളുടെ തലശ്ശേരി പോലെയുള്ള ആ ഒരു ആതിഥ്യം, തലശ്ശേരി നമുക്കറിയാലോ, തലശ്ശേരിയിൽ പാവപ്പെട്ട ആളുണ്ട്. പക്ഷെ അവരുടെ വസ്ത്രത്തിലും ഭക്ഷണത്തിലും നമുക്ക് അവർ പാവപ്പെട്ട ആളാണ് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു വിവാഹ ബന്ധം എന്ന് പറയുന്നത്, നമ്മളിപ്പം പുതിയാപ്പന്നെ വധുവിന്റെ വീട്ടിലാണ് ഇവിടെ താമസിക്കുന്നത്. പരമാവധി നമ്മൾ മരുമക്കത്തായ സമ്പ്രദായം, ആ പരമാവധി നമ്മൾ അവരെ ആ സമ്പ്രദായം തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ വന്നു അങ്ങനെ നല്ല ആളുകളെ ഭക്ഷണത്തോടു കൂടി സ്വീകരിക്കണം എന്നുള്ളൊരു മര്യാദ. അതുകൊണ്ടാണ് ഈ റംസാൻ മാസം എന്ന് പറയുന്നവർ ഇപ്പം പറയുകയാണെങ്കിൽ വൈബ് എന്ന് പറയാം. വൈബ് നോക്കിയാണ് ആളുകൾ വരുന്നത്. പാതിരാത്രി വരെ അല്ലെങ്കിൽ പുലർച്ചെ വരെ ആളുകൾ നീണ്ടു നിൽക്കുന്നത് പല പ്രദേശങ്ങളും. പല വിദൂര കാസർഗോഡ്, കോഴിക്കോട്, നാദാപുരം, ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിൽ നിന്നും കുടുംബസമേതം വന്ന് വൈകുന്നേരം വന്ന് രാത്രി തിരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ നമ്മുടെ അങ്ങനെ ഒരു ഭക്ഷണ സംസ്കാരം ഇത് വന്നത്. പല സിറ്റികളിൽ പോയാൽ നമ്മൾ ഇതിനൊക്കെ പഠിച്ചു നോക്കുമ്പോൾ പല സിറ്റികളിൽ പോയാൽ, ഇപ്പോൾ ബോംബെ രാത്രി കാലങ്ങളിൽ റംസാൻ സമയങ്ങളിൽ ഉറങ്ങാറില്ല.
ഡൽഹി, ഹൈദരാബാദ്, ഇങ്ങനെ പല വലിയ വലിയ സിറ്റികളിലൊക്കെ ഉണ്ട് എന്നാണ് ആ മനസ്സിലാക്കിയത്. ഒരു കൾച്ചർ ആ ഒരു കണ്ണൂർ culture, സിറ്റിക്ക് ഉണ്ട്. രാത്രിയെ പകലാക്കി പകലാക്കി മാറ്റുന്ന ഒരു culture. അത് ഭക്ഷണം ഉത്സവത്തിലൂടെ. ഭക്ഷണമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ട്രെൻഡായിട്ട് നമ്മൾ കാണുന്നത്. അതും ന്യൂജൻ തന്നെയാണ് കൂടുതലും വരുന്നത്. ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ജോലി ചെയ്യുന്നത് ഏതൊക്കെ മേഖലകളിലാണ്? നിങ്ങൾ പണ്ട് കാലത്ത് ഈ പറഞ്ഞതുപോലെ കടലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കുമല്ലോ കൂടുതൽ ജീവിച്ചത്. അത് അപ്ഡേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ്? ഇപ്പം മാറി, ഇപ്പം കുറേ ഭാഗം ഗൾഫ് തന്നെയാണ്. ഗൾഫ് മേഖലയിലാണ് നല്ലൊരു സാന്നിധ്യമുള്ളത് സിറ്റി പ്രദേശത്തുള്ള ആളുകൾ. പിന്നെ ഇപ്പം ബിസിനസ് രംഗത്തേക്കുണ്ട്. അതിലുപരിയായി ഇപ്പം നമ്മൾ ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ പെൺകുട്ടികൾ പ്രൊഫഷണൽ മേഖലയിലേക്ക് നാട്ടിൽ തന്നെ വരുന്ന ഒരുപാട് എൻക്വയറിയും ഒരുപാട് അവസരങ്ങളൊക്കെ തേടിപ്പോകുന്ന ഒരവസ്ഥ നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ഒക്കെ കണ്ടുവരുന്നുണ്ട്. പഠിച്ചാൽ മാത്രം പോരാ, ഒരു ജോലിയും കൂടി വേണം എന്നുള്ള ഒരു മനസ്സിലുള്ള ഒരു ഉദ്ദേശം ട്രെൻഡായി എല്ലാ പെൺകുട്ടികളുടെ ഇടയിലേക്കും വ്യാപിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ കണ്ണൂർ സിറ്റി എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയുടെ ഹെഡ്ക്വാർട്ടർ അല്ലെങ്കിൽ പോലും കണ്ണൂർ സിറ്റി പ്രദേശത്ത് വരുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതാ? ജില്ലയിലെ പ്രധാന നമ്മുടെ ദീനുൽ ഇസ്ലാം സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനം, 6ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഏതൊക്കെയാണ്? നിങ്ങളിപ്പം മയ്യത്ത് പരിപാലനം, ഭക്ഷണം, പിന്നെ അങ്ങോട്ട് തുടങ്ങി പിന്നെ തുടങ്ങുന്നത് അതിൽ 1920 സ്ഥാപിച്ച 1952 വരെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സൈലൻ്റായി നടന്നത്. അന്ന് നമ്മൾ ബ്രിട്ടീഷുകാരുടെ കീഴിലാണ്. 52-47 52 ശേഷമാണ് നമ്മൾ ഈ ഒരു ദീനുൽ ഇസ്ലാം സഭ നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു കെട്ടിടം വിലക്ക് വാങ്ങുന്നത്. വിദ്യാഭ്യാസ രംഗത്തേക്ക് കൂടി വരണം. കാരണം കോയിക്കാരുടെ ഒരു വിദ്യാഭ്യാസ രീതി, കോയിക്ക നടത്തിയിട്ടുള്ള മദീനയിലും സ്കൂള്, മദ്രസയും സ്കൂളൊക്കെ, അതിൻ്റെ ഒരു ഭാവി, അവിടെ ഒരു കടലാക്രമണം വന്നു. ആ പാലമടം, അർക്കൽ മ്യൂസിയത്തിനടുത്തുള്ള പാലമടത്തിലാണ് കോയിക്കയുടെ വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ നടന്നത്. അവിടെ കടലാക്രമണം ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിൻ്റെ മരുമക്കളും അതുപോലെ പേരക്കുട്ടിയും ഒക്കെയാണ് ദീനുൽ ഇസ്ലാം സഭയോട് ഈ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് സൂട്ടബിളായിട്ടുള്ള സ്ഥലം എന്ന നിലയിലാണ് ഈ ഗേൾസ് ഹൈസ്കൂൾ നിലനിരുന്ന ഇപ്പോൾ നിലനിൽക്കുന്ന അർക്കൽ രാജവംശത്തിന് കീഴിലുള്ള തോപ്പ് എന്ന് പറയുന്ന വീട് വിലക്ക് വാങ്ങി അവിടത്തേക്ക് മാറ്റുന്നത്. അങ്ങനെ UP സ്കൂൾ വരെ 1982 സഭയുടെ കീഴിലേക്കായിട്ട് വന്നു. ഇതിന് ശേഷം ഒരുപാട് വിദ്യാഭ്യാസ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സഡ് ആയിട്ട് പഠിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് 1952 ശേഷം 65 ഇതുപോലെ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസം കിട്ടാതെ, പാവപ്പെട്ടവർ, ദരിദ്രരായ ആളുകളൊക്കെ യത്തീംഖാന 1965 ദീനുൽ ഇസ്ലാം സഭ രണ്ടാമതായി സ്ഥാപിക്കുന്നത്. വിദ്യാഭ്യാസ UP സ്കൂളിൻ്റെ ശേഷം സ്ഥാപിക്കുന്നത് 1965 യത്തീംഖാന. ഈ യത്തീംഖാന അനാഥ മക്കളുടെ സംരക്ഷണം എങ്ങനെയായിരുന്നു? എവിടുന്നൊക്കെയാണ് ആളുകൾ വന്നത്? 7 കുട്ടികൾ തുടക്കം. പിന്നെ ഇപ്പം ഏകദേശം ഒരു 3000-ഓളം കുട്ടികൾ ഈ സ്ഥാപനത്തിലൂടെ പഠിച്ചു പോയി. ഇതുവരെ പല പ്രദേശങ്ങളുണ്ട്. തളിപ്പറമ്പിൽ നിന്നാണ് കൂടുതൽ, തളിപ്പറമ്പിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ. കാരണം അവർക്കൊക്കെ ഈ അന്ന് യാത്രാ സൗകര്യം കുറവാണ്, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവാണ്, അവരുടെ പല പ്രയാസങ്ങളും ആ സമയത്ത്. ഈ അനാഥ സംരക്ഷണത്തിന് അത്ര പ്രാധാന്യം ലഭിക്കാനുള്ള ഒരു കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം. പട്ടിണിയായിരുന്നു, പരിവട്ടമായിരുന്നു, ആളുകൾക്ക് വലിയ ജീവിക്കാൻ. കാരണം ഒരു നേരം പോലും ഭക്ഷണം വെക്കാൻ വീടുകളില്ല. നമ്മുടെ കുട്ടികളെങ്കിലും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യും. ഈ അനാഥ മക്കൾക്ക് എന്തൊക്കെയാണെന്ന് നമ്മളവിടെ ചെയ്തു കൊടുത്തിരുന്നത്? അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം, വസ്ത്രം കൊടുക്കും, അതുപോലെ ചികിത്സാ സൗകര്യം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അവരുടെ എല്ലാ ആക്ടിവിറ്റീസും. ഇപ്പൊ എത്ര പേരുണ്ട് അനാഥാലയത്തിൽ? ഇപ്പം നമുക്കുള്ളത് 18 പേരാണ്. അത്രയും കുറഞ്ഞു. ഒരു സമയത്ത് ഏറ്റവും ഫുൾ സിംഗിലുള്ള 200-220 വരെ അനാഥ മക്കൾ വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ 18 പേരേ ഉള്ളൂ. നമ്മള് കേരളം വളർന്നു എന്നുള്ളതിന്റെ മാറ്റം വന്നു. ഇന്ന് അനാഥാലയങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ന് ആൺകുട്ടികളുടെ കാര്യത്തിൽ 18 ആണെങ്കിലും വീടുകളിൽ നമ്മൾ സംരക്ഷിച്ചു വരുന്ന നമ്മുടെ ഗേൾസ് പദ്ധതിയുണ്ട്, ഓർഫൻ ഗേൾസ്. അത് വീടുകളിലാണ്. അവരെ നമ്മൾ ഇതുപോലെ ആൺകുട്ടികളെ പോലെ റെസിഡൻഷ്യൽ സ്റ്റൈലില്ല, അവരുടെ വീടുകളിൽ തന്നെ, അതായത് അനാഥരായ അഗതികളായ, അതായത് പിതാവ് സംരക്ഷണം നമ്മൾ അവർക്ക് മാസത്തിൽ വേണ്ട ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കും. പിന്നെ അവർക്കൊരു പോക്കറ്റ് മണി കൊടുക്കും. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. അവരുടെ ചികിത്സ ആവശ്യമായി വരുന്ന സമയത്ത് ഇവരുടെ അറിയിച്ചാൽ അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ നമ്മുടെ ആഘോഷ ദിവസങ്ങളിലൊക്കെ അവർക്ക് വസ്ത്രങ്ങൾ, കാര്യങ്ങൾ മറ്റുള്ള നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യുന്നതുപോലെ തന്നെ അവർക്ക് നൽകും, അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട്. അതൊരു നല്ല കൺസെപ്റ്റ് ആണല്ലോ. അതിലങ്ങനെ 72ഓളം കുട്ടികൾ
സഭയുടെ കീഴിൽ 72 പെൺകുട്ടികളെ സഭ വീടുകളിൽ സംരക്ഷിച്ചു. സംരക്ഷിക്കും. അനാഥരായ അഗതികളായ പെൺകുട്ടികളെ അവര് വിവാഹത്തിനൊക്കെയോ വിവാഹത്തിനും നമ്മൾ ധനസഹായം, കുട്ടികൾ എത്രത്തോളം പഠിക്കാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം നമ്മൾ പഠിപ്പിക്കും. അങ്ങനെ പഠിച്ചതിന് നമ്മൾ ഇന്ന് കേരളത്തിൽ തന്നെയുള്ള വക്കീലുണ്ട്, ചെന്നൈയിൽ ഇൻഫോർമേറ്റീവ് IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുട്ടിയുണ്ട്. നമ്മൾ ഈ ഇസ്ലാം സഭ പഠിപ്പിച്ചു. ഈ സ്കീമിനൊക്കെ ആരാ രൂപം നൽകിയത് ശരിക്കും? ഇത് ഈ അഹമ്മദ് സാഹിബിന്റെ അഹമ്മദ് സാഹിബ് എന്തൊക്കെ സംഭാവനകളാണ് ഇസ്ലാം സഭയ്ക്ക് നൽകിയത്? വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം എവിടെ പോയാലും പറയുന്ന ഒരു കാര്യം വിദ്യാഭ്യാസം. കാരണം അദ്ദേഹത്തിൻ്റെ ഒക്കെ കാലഘട്ടം ആ രീതിയിലാണ്. എന്നിട്ട് പോലും ബ്രണ്ണൽ കോളേജിൽ പോലും അദ്ദേഹം പോയി പഠിച്ചു, LLB എടുത്തു, വക്കീലൊക്കെ ആയി. ആ രീതിയിൽ രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുമ്പോഴും വിദ്യാഭ്യാസത്തിനാണ് ഇന്നും മുൻതൂക്കം. അതിൻ്റെ ഒരു ഉദാഹരണം പറയാനുള്ളതിന് അവസ്ഥ ദീനുൽ ഇസ്ലാം സഭ ഇപ്പോൾ നമ്മുടെ ഹംദർദ് കോളേജ് എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ ഇപ്പം 1080 കുട്ടികൾ പഠിക്കുന്നു. 1080 കുട്ടികൾ ഹംദർദ് കോളേജിൽ മാത്രം പഠിക്കുന്നുണ്ട്. 2013 അത് ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പം അതിന് മുമ്പ് ഇതിൻ്റെ ഒരു ബേസിക് ചാർജ് അവിടെ ഒരു 1.5 ഏക്കർ സ്ഥലമാണ്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് തുടങ്ങണമെങ്കിൽ പോലും ആ സ്ഥലം മതിയാവില്ല കേരളത്തിൽ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്, അദ്ദേഹം കേരളത്തിലെ കേന്ദ്രത്തിലെ HRD മിനിസ്റ്ററായിരുന്നു, വിദേശകാര്യമന്ത്രിയായിരുന്നു, റെയിൽവേ മന്ത്രിയായിരുന്നു. ഇതെല്ലാം നമുക്കറിയാം. കണ്ണൂർ സിറ്റിയിലുള്ള ഐക്യരാഷ്ട്രസഭയിൽ 29 തവണ നമ്മുടെ രാജ്യത്ത് പ്രതിനിധീകരിച്ചു പോയൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ ജാമിയ ഹംദർദ്, നമുക്കറിയാം NAC അക്രഡിറ്റേഷനുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ പോലും വലിയ പേരും പ്രശസ്തിയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഓഫ് ക്യാമ്പസ് ഈ ഒരു 1.5 ഏക്കർ സ്ഥലത്ത് അദ്ദേഹം കൊണ്ടുവന്നു. അത് തൊട്ട് ഇതിൻ്റെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അത് കൊണ്ടുവരേണ്ട ഒരു ചർച്ച ബേസിക്കലായിട്ട് നമ്മുടെ ഈ കമ്മിറ്റിയിലൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹം പല ആളുകളോട് ചോദിച്ചു, എന്താണ് നമുക്ക് അവിടെ കൊണ്ടുവരാം? പക്ഷേ കുറേ ആളുകൾ പറഞ്ഞു, നമുക്ക് അവിടെ അപ്പാർട്ട്മെൻറ്റ്സ് ഇടാം, കാരണം വാടക കൊടുത്ത ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ അപ്പാർട്ട്മെന്റ്സ് കൊണ്ടുവരാം. ചില ആൾ പറഞ്ഞു നമുക്ക് നല്ല വരുമാനമുണ്ട്. ചില ആളുകൾ പറഞ്ഞു നമുക്ക് നല്ലൊരു ഇപ്പോൾ ചെറിയ ചെറിയ സ്ഥലങ്ങൾ 3 സെന്റ് 4 സെന്റിലൊക്കെ വീടുകൾ, അടുത്തടുത്ത വീടുകൾ, കല്യാണം കഴിക്കാനുള്ള പുതിയ ബുദ്ധിമുട്ടില്ല. അപ്പം നമുക്കൊരു ഓഡിറ്റോറിയം, കല്യാണ മണ്ഡപം, ഓഡിറ്റോറിയം സ്ഥാപിക്കാം, കല്യാണ മണ്ഡപം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. പിന്നെ ചില ആൾ പറഞ്ഞു ഷോപ്പിംഗ് കോംപ്ലക്സ് എടുക്കാം, ആ രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ഇപ്പോൾ ചർച്ച ചെയ്യാനില്ല, അങ്ങനെ എല്ലാവരെയും അഭിപ്രായം കേട്ടല്ലോ, നമുക്ക് പിന്നീട് ഒന്നും കൂടി ഇരുന്നിട്ട് ആലോചിക്കാമെന്നോ. ആ ജനങ്ങളെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് പിന്നീട് അടുത്ത സിറ്റിങ്ങിൽ അദ്ദേഹം നമുക്ക് ജാമിയ ഹംദർദിൻ്റെ ഓഫ് ക്യാമ്പസ് തന്നെ അവിടെ കൊണ്ടുവരുന്നു. അതാണ് ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. എവിടെ പോയാലും ആ ഒരു രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രംഗത്ത് വരുന്ന ഈ ദീനുൽ ഇസ്ലാം സഭ അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞ ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും അരനൂറ്റാണ്ടുകാലം അതിന്റെ ഒരു കാര്യം പറയാനുള്ളത്, അദ്ദേഹം ഈ പ്രശസ്തമായ നമ്മുടെ അദ്ദേഹം മുനിസിപ്പൽ കൗൺസിലറായിട്ടാണല്ലോ ജനപ്രതിനിധി എന്നുള്ള പ്രവർത്തനം തുടങ്ങിയത്. അങ്ങനെ കേന്ദ്രമന്ത്രിയായ സമയത്ത് പോലും അദ്ദേഹം കണ്ണൂരിലുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വിദേശയാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടികൾ പോകുമ്പോൾ കണ്ണൂരിലുണ്ടെങ്കിൽ അദ്ദേഹം ഈ ദീനുൽ ഇസ്ലാം സഭയിൽ വന്ന് ഈ പറഞ്ഞ ഈ യതീം കുട്ടികളുമായി ഇരുന്ന് പ്രാർത്ഥന നടത്തി അവരുടെ ഭക്ഷണം കഴിച്ചിട്ടാണ് അദ്ദേഹം അവരെ അവിടെ എല്ലാം കുശലം പറഞ്ഞ് അവർക്ക് കാണാൻ വരുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് സീറ്റ്സൊക്കെ കൊണ്ടുവരും. അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം ഏത് യാത്രകളും ഏത് കാര്യങ്ങളും തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഹൃദയബന്ധമാണ് ഉണ്ടായി. എവിടെ എത്ര പ്രമുഖരായ ആളുകളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമ വീട് എന്ന് പറയുന്നത് കണ്ണൂരിലെ ദീനുൽ ഇസ്ലാം സഭയാണ്. താങ്കൾ 20 വർഷം കോർപ്പറേഷൻ കൗൺസിലർ, നഗരസഭ കൗൺസിലർ പദവിയിലൊക്കെ ഇരുന്നല്ലോ. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നാടിന് വേണ്ടി ചെയ്തത്? കാരണം ഇത് കേൾക്കുന്ന താങ്കൾക്ക് വോട്ട് ചെയ്ത വോട്ടർമാരുണ്ടാവില്ല, അവരാലോചിക്കും ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ വോട്ട് ചെയ്തല്ലോ, എന്തേ അതൊന്നും ചോദിക്കാത്തത് എന്ന് ചോദിക്കും. അതുകൊണ്ടൊന്ന് ചോദിച്ചാണ്. കണ്ണൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ചെറിയ രീതിയിലുള്ള അടയാളപ്പെടുത്തലുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം പരിണിതപ്രജ്ഞരായ BP ഫാറൂഖ് സാഹിബിനെ പോലെയുള്ള P കുഞ്ഞമ്മദ് സാഹിബിനെ പോലെയുള്ള ആളുകളാണ് അന്ന് മുനിസിപ്പൽ ചെയർമാനൊക്കെയായി ഉണ്ടായിരുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളാണ് അവരൊക്കെ. നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിന്റെ ശില്പി എന്നൊക്കെ പറയുന്നത് BP ഫാറൂഖ്. അവരോടൊപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തുടക്കം തന്നെ ഞാൻ കൗൺസിലറായി. കണ്ണൂർ പുതിയ ഈ BOT അടിസ്ഥാനത്തിലുള്ള ഈ ബസ് സ്റ്റാൻഡിന്റെ ശില്പികളിൽ ഒരാളാണ് താങ്കൾ. അതിൽ ചെറിയ പങ്ക് ശില്പി എന്ന് പറയുന്നത് BP ഫാറൂഖ് തന്നെയാണ്. 2009 അത് ഉദ്ഘാടനം. കേരളത്തിലെ തന്നെ മാതൃകയായ BOT ഇതാണ്.
അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായ ഒരു ഇടപെടൽ, അതായത് ഞാൻ വൈസ് ചെയർമാനും MC ശ്രീജ ചെയർപേഴ്സണുമായ സമയത്താണ്. നഗരസഭയിൽ വൈസ് ചെയർമാൻ ആയിരുന്നു, ഡെപ്യൂട്ടി മേയർ ആകുന്നതിന് മുമ്പ്. അതെയോ? വൈസ് ചെയർമാൻ പദവി, കണ്ണൂർ നഗരസഭാ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ പദവിയും വഹിച്ചിട്ടുണ്ട് 2.5 വർഷക്കാലം. ആ കാലഘട്ടത്തിൽ, ആ സമയത്താണ് ഡൽഹിയിൽ നമ്മളൊരു അന്നത്തെ പൊതുവിതരണ വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ KB തോമസ് അന്ന് സാമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ കാണാൻ നമുക്ക് പോയത്. അന്ന് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൂടി അദ്ദേഹമാണ് കൈകാര്യം ചെയ്തത്. ആ സമയത്താണ് നമ്മുടെ ആയിക്കരയിൽ ഇന്ന് കാണുന്ന ആധുനിക മത്സ്യ മാർക്കറ്റ്, അത് വലിയൊരു കാലത്തെ ഒരു വൈസ് ചെയർമാൻ അന്നായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അതിന് വേണ്ടിയുള്ള ഒരു പ്രൊപ്പോസൽ നമ്മൾ വെറുതെ ഇരുന്നു എന്ന് ആലോചിച്ച് കൊടുത്തതായിരുന്നു. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഈ NFDP നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ഏജൻസിയുണ്ട് കേന്ദ്രത്തിൽ, അതിൽ നിന്ന് 2 കോടി രൂപ നമ്മുടെ ആ ഒരു ഹർജി പുറത്ത് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് അന്ന് KB തോമസ് മിനിസ്റ്റർ നമുക്ക് വേണ്ടി ചെയ്തത്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ആധുനിക മത്സ്യ മാർക്കറ്റ് ആ സമയത്ത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും. അപ്പൊ 2 പ്രൊജക്റ്റിൽ താങ്കൾ ഒപ്പമുണ്ട്. ഒന്ന്, താങ്കൾ തന്നെ നേരിട്ട് പോയി വൈസ് ചെയർമാൻ എന്ന നിലക്ക് പോയിട്ട് KB തോമസിനെ കണ്ടിട്ടാണ് ഈ ആധുനിക മത്സ്യ മാർക്കറ്റ് ഉണ്ടാക്കിയത്. അങ്ങനെ വികസന രംഗത്ത് സക്രിയമായി ഇടപെട്ടിട്ടുണ്ട്. ഈ ദീനുൽ ഇസ്ലാം സഭയുടെ, താങ്കൾ ഈ പറഞ്ഞതുപോലെ അനാഥ മക്കളെ ഇപ്പോൾ 72 പെൺകുട്ടികളെ വീടുകളിൽ സംരക്ഷിക്കുന്നു, 3000-ഓളം അനാഥ മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വിവിധ പ്രദേശങ്ങളിലേക്ക് അയക്കുന്നു. പിന്നെ ഹംദർദ് കോളേജ്, വേറെ എന്തൊക്കെ പ്രസ്ഥാനങ്ങളാണ്? DIS ഗേൾസ് ഹൈസ്കൂളാണ്. എത്ര കുട്ടികൾ പഠിക്കുന്നു? ഇപ്പോൾ അവിടെ 1846 കുട്ടികൾ ഹൈസ്കൂൾ വരെയും 600ഓളം കുട്ടികൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലായിട്ട് പഠിക്കുന്നത്. അത് ആ ഒരു സ്കൂളിന് ഒരു ചരിത്രമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ UP സ്കൂൾ വരെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് 1969 ഇവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടായി. ഈ തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ദീനുൽ ഇസ്ലാം സഭയുടെ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ, അല്ല തോപ്പ് എന്നങ്ങനെ പറയും, ഈ ഒരു അറിയപ്പെടുന്നത് അങ്ങനെയാണ്, ഒരു വീടാണ്. അപ്പോൾ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി. തീപിടുത്തം ഉണ്ടാകാൻ കാരണം എന്താണ്? അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ, നമ്മുടെ ആരോഗ്യ വകുപ്പിന് ഒരു മെഡിക്കൽ സ്റ്റോർ സഭയുടെ ആ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ മുകളിൽ സ്കൂളുമാണ്. അപ്പോൾ അവിടെ മരുന്നുകൾ സൂക്ഷിച്ചത് കൊണ്ട് ഒരാഴ്ച കാലം നീണ്ടു നിന്ന, അതായത് 1969 മാർച്ച് 20 ആ തീപിടുത്തം ഉണ്ടാകുന്നത്. ഒരാഴ്ച കാലത്തോളം അതിശക്തമായ രീതിയിൽ തീപിടുത്തം നടന്ന ഒരാഴ്ച കണ്ണൂരിലെ പരിസര മറ്റു ജില്ലകളിലൊക്കെ അഗ്നിശമന മരുന്നുകൾ, മെഡിസിനുകളാണ്. ആ മെഡിസിനുകൾ പൊട്ടിത്തെറിച്ചിട്ടാണ് വലിയ ഒരാഴ്ച. അന്ന് സിറ്റി വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷമായി. അതിനുശേഷമാണ് പുതിയ ബിൽഡിംഗ് ഒക്കെ അവിടെ വന്നത്. 1972 ദീനുൽ ഇസ്ലാം സഭയ്ക്ക് പുതിയ ബിൽഡിംഗ് വരുന്നത്. അങ്ങനെയാണ് ഹൈസ്കൂളൊക്കെ കിട്ടിയത്. അന്ന് EMS മന്ത്രിസഭയായിരുന്നു 1969. അന്ന് ഇമ്പിച്ചി ബാവയായിരുന്നു നമുക്ക് സ്പെഷ്യലായിരുന്നു. EMS സാഹിബ് MLA ആയിരുന്നു. അതിൽ 75,000 രൂപ സർക്കാർ വക ഗ്രാൻറ്റും 75,000 രൂപ ലോണുമായിട്ടാണ് 1.5 ലക്ഷം രൂപ, ആ കാലഘട്ടത്തിൽ 1.5 ലക്ഷം രൂപ തന്നിട്ടാണ് ബിൽഡിംഗ് പണിയൊക്കെ അവിടെ നടന്നത്. ഇന്ന് +2 വരണം. 98 +2 തുടങ്ങുന്നത്. കേരളത്തിൽ +2 തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കേരളത്തിലെ ആദ്യത്തെ +2കളിൽ ഒന്നാണ് ദീനുൽ ഇസ്ലാം സഭയുടെ +2. 2000 കുട്ടികൾ പഠിക്കുന്നു. അതെ, അത് മാത്രമല്ല സംസ്ഥാന തലത്തിൽ അന്ന് കലോത്സവങ്ങൾ, സ്കൂൾ കലോത്സവങ്ങളാണ്. ആ കലോത്സവങ്ങളിൽ കലാതിലകം പോലും ആ സമയത്ത് കലാതിലകം പോലും നമ്മൾ പല മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്. ഇന്നിപ്പോ അവിടെ സ്കൂൾ കലോത്സവം ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ നമ്മുടെ ഈ ഇപ്പം സ്കൂളായി, കോളേജായി, അനാഥ മയ്യത്ത് പരിപാലനം, അനാഥ മക്കളുടെ പരിചരണം, പിന്നെ വേറെ ഏത് മേഖലയിലാണ്? പിന്നെ മദ്രസ, പള്ളി കാര്യങ്ങൾ. എത്ര പള്ളികളുണ്ട് ദീനുൽ ഇസ്ലാം സഭ? ഒരു പള്ളിയാണ് തൊട്ടടുത്തുള്ള ഒരു അരാക്കി പള്ളി എന്ന് പറയുന്നത്. ഈ അഹമ്മദ് സാഹിബിനെ കബറടക്കിയിരിക്കുന്ന പള്ളി സിറ്റി ജുമാഅത്ത് പള്ളി. അത് അറക്കൽ സ്വരൂപത്തിന്റെ കീഴിലുള്ള അറക്കൽ സ്വരൂപത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന മേഖലകളിൽ ദീനുൽ ഇസ്ലാം സഭയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതിന് പെടുന്ന പല ആളുകളുമായി നല്ല രീതിയിലുള്ള ബന്ധം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. തീർച്ചയായിട്ടും ഇപ്പോഴും അത് ആ നിലക്ക് തന്നെ പോകുന്നു. താങ്കൾ ഡെപ്യൂട്ടി മേയർ ആയിരിക്കുന്ന കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമല്ലോ. ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? ഡെപ്യൂട്ടി മേയറായ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിതീക്ഷ്ണമായ ഓർത്തെടുക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ്. നമുക്കൊക്കെ നേരത്തെ മുനിസിപ്പാലിറ്റി ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു നമ്മളൊരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് കാര്യങ്ങൾ പലതും രാഷ്ട്രീയം. ഞാനിപ്പോൾ LDFന്റെ പ്രതിനിധിയാണ് മേയർ, ഞാൻ UDFന്റെ പ്രതിനിധി ആയിട്ടാണ്, ലീഗിന്റെ ആളായിട്ടാണ് വൈസ് ചെയർമാൻ. പക്ഷേ രാഷ്ട്രീയപരമായ നേതാക്കന്മാർ, ജില്ലാതലത്തിലുള്ള വലിയ പ്രഗത്ഭരായ നേതാക്കളൊക്കെ നല്ല സപ്പോർട്ടായി രാഷ്ട്രീയ രംഗത്ത്, വികസന രംഗത്ത് നമ്മൾ രാഷ്ട്രീയപരമായത് കാണി. പക്ഷേ കൗൺസിലിൻ്റെ അകത്ത് പല വിധത്തിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു.
6 മാസം വന്നു പോയി എന്നല്ലാതെ മറ്റുള്ള രീതിയിലുള്ള, കാരണം ആ ഒരു കോർപ്പറേഷന്റെ തുടക്കം എന്നുള്ള നിലയിൽ പക്ഷേ വൈസ് ചെയർമാൻ പദവിയിൽ 2 വർഷം 2 വർഷം മൊത്തം വൈസ് ചെയർമാൻ പദവി, 20 വർഷം നഗരസഭ കൗൺസിലർ, നഗരസഭ മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്നു. ടോട്ടൽ 15 വർഷം, 3 ടൈം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ വൈസ് ചെയർമാനായിട്ട് 2.5 വർഷം, 6 മാസം ഡെപ്യൂട്ടി മേയറായിട്ട്. ദീനുൽ ഇസ്ലാം സഭയിൽ താങ്കൾ ആദ്യം വരുന്ന പോസ്റ്റ് ഏതാണ്? കൗൺസിൽ മെമ്പർ ആയിട്ടാണ്. ഇതിനകത്ത് കൗൺസിൽ മെമ്പർ. അത് കഴിഞ്ഞ് പിന്നെ സഭാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടാണ്. EM സാഹിബിനോടൊപ്പം എത്ര വർഷത്തെ പ്രവർത്തനം ഉണ്ടായിരുന്നു? ഏകദേശം ഒരു 10 വർഷത്തോളം ഉണ്ടായി. 10 വർഷം. ആ ഓർമ്മകൾ എങ്ങനെയാണ്? അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുമ്പോഴും അദ്ദേഹത്തോടൊപ്പം ആശയവിനിമയം നടത്തുമ്പോഴേക്കും ഒരു ഫീൽ എന്തായിരുന്നു? അഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞാൽ ഏത് കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നോക്കും, ഫോളോ അപ്പ് ഉണ്ടാവും. ഏത് കാര്യം ഇവിടെ ലോകത്തിന്റെ എവിടെ ഭാഗത്തുണ്ടായാലും അന്ന് തീരുമാനിച്ച കാര്യം എന്തായി, അന്ന് തീരുമാനിച്ച കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളത് വിളിച്ചന്വേഷിക്കുന്ന ഒരു പതിവുണ്ട്. പിന്നെ വിളിപ്പിക്കും, വീടുകളിലേക്ക് വിളിപ്പിക്കും, ഇവിടുത്തെ സ്റ്റാഫിനെ വിളിപ്പിക്കും, അതുപോലെ ഭാരവാഹികളൊക്കെ വിളിപ്പിക്കും. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് മുഴുവൻ സമയം മീറ്റിംഗിൽ ഇരിക്കാൻ സമയമില്ലെങ്കിലും ഈ ഒരു സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്ക് വേണ്ടി വലിയ രീതിയിലുള്ള. ഇപ്പൊ ദീനുൽ ഇസ്ലാം സഭയ്ക്ക് കീഴിൽ എത്ര ജീവനക്കാരുണ്ട് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ? നമ്മുടെ സ്കൂളുകളിൽ തന്നെ, ഗേൾസ് ഹൈ സ്കൂളിൽ തന്നെ 100ഓളം അധ്യാപകരും ജീവനക്കാരും ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൽ 45ഓളം ഉണ്ട്. ഹംദർദിൽ 40-40ഓളം ഉണ്ട്. 300 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അതിലുപരിയായി വിദ്യാഭ്യാസ രംഗത്താണ് നമ്മൾ നേരത്തെ അവഗണിക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ താല്പര്യം കാണിക്കാതിരുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു കൊച്ചു പ്രദേശത്താണ് 5000 കുട്ടികൾ, മൊത്തം 5000ഓളം വിദ്യാർത്ഥികൾ വരില്ല, എല്ലാം കൂടി തീർച്ചയായിട്ടും ഈ കൊച്ചു പ്രദേശത്ത്. എത്ര വാർഡുണ്ട് കണ്ണൂർ സിറ്റി പ്രദേശത്ത്? കണ്ണൂർ സിറ്റിയിൽ ഏകദേശം 14ഓളം വാർഡുകൾ അന്നത്തെ മുനിസിപ്പാലിറ്റി. നിങ്ങളുടെ ദീനുൽ ഇസ്ലാം സഭയുടെ പ്രസ്ഥാനങ്ങൾ എത്ര വാർഡിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? നമ്മൾ ഈ കണ്ണൂർ എത്ര വാർഡുണ്ട്? പഴയ മുനിസിപ്പൽ പരിധിയിൽ മൊത്തം നമ്മുടെ പ്രവർത്തന പരിധിയാണ്. അല്ല, നിങ്ങളുടെ ഈ സ്ഥാപനങ്ങൾ ഏതൊക്കെ വാർഡുകളിലാണ്? സ്ഥാപനങ്ങൾ നമ്മൾ ഏകദേശം ഒരു 3 വാർഡിലായിട്ടാണ് ഇത്രയും സ്ഥാപനങ്ങൾ വരുന്നത്. ഇതിന്റെ അടുത്ത ഇപ്പൊ നിങ്ങൾ ഈ വന്ന ഇത്രയും മേഖലകളിലൂടെ എല്ലാം കടന്നു, ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡന്റ് അഹമ്മദ് സാഹിബിന്റെ മകനാണ്. അഹമ്മദ് സാഹിബിന്റെ 2017 മരണശേഷം പ്രസിഡന്റ് പേര് അഹമ്മദ് റയീസ്. മസ്കത്തിലാണ്. മസ്കത്തില് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനും നല്ല രീതിയിലുള്ള കാഴ്ചപ്പാട്, ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് കൊണ്ടുള്ള ഒരുപാട് വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ കൊണ്ടുവരണം. നമ്മുടെ ഇവിടെ നിന്ന് പഠിക്കാൻ പോലും വിദേശ രാജ്യത്തേക്ക് കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് അഹമ്മദ് സാഹിബിന് സ്മരണയ്ക്ക് വേണ്ടി മോഡൽ UNO എന്നുള്ള രീതിയിൽ കണ്ണൂരിലും മസ്കത്തിലും ഒക്കെയായി ഒരുപാട് മാതൃക UNO ഐക്യരാഷ്ട്രസഭയുടെ അവിടെ ഓരോ രാജ്യങ്ങളും ഡിബേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം സഭയിലെ കുട്ടികൾ ആ ലെവലിൽ വരെ പോയിട്ടുണ്ട്. സാധാരണ നമ്മുടെ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ പോലും അവിടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും എല്ലാ പ്രബന്ധങ്ങൾ പോലും അവതരിപ്പിച്ച കുട്ടികളുണ്ട്. നമ്മുടെ വളരെ കപ്പാസിറ്റി ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇനി ആ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കാഴ്ചപ്പാട് വേണം. ശരി, താങ്കളിലേക്ക് തന്നെ ഒന്ന് മടങ്ങാം. ഈ സഹോദരങ്ങളിൽ ഇപ്പൊ ഒരാൾ പോയി ബാക്കി 10 പേരുണ്ട്. അവരൊക്കെ ഏതൊക്കെ മേഖലകളിലാണ്? അവർക്ക് പിന്നെ 3 പേര്, 3 എന്റെ ബ്രദേഴ്സ് വിദേശത്താണ്, ഒരാൾ നാട്ടിൽ തന്നെയുണ്ട്. ബാക്കി അതില് ടീച്ചർമാരാണ്, 3 പേര് ടീച്ചർ. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം നൽകി, എല്ലാവർക്കും ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ ആ കാലഘട്ടത്തിൽ നടന്നു അല്ലേ? പിന്നെ താങ്കളുടെ ജീവിത പങ്കാളി എവിടെ നിന്നാണ് കണ്ടെത്തിയത്? വളപട്ടണത്താണ്. എന്താണ് അവരുടെ പേര്? ഹസീന. അതെങ്ങനെയാണ്? അറേഞ്ച്ഡ് മാരേജ് ആണോ? അല്ല, അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. എത്ര മക്കളുണ്ട്? 4 മക്കളുണ്ട്. മക്കൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഒരു മകന് ഗൾഫിലുണ്ട്, ദുബായിൽ, സൽമാൻ. രണ്ടാമത്തെ മകൻ ഹംദാൻ BTech എഞ്ചിനീയറിംഗിന് മലപ്പുറത്ത് പഠിക്കുന്നുണ്ട്, ഫൈനൽ ഇയർ ആണ്. മൂന്നാമത്തെ മകൻ പിന്നെ ഹാഫിളാണ്, മതപരമായ രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നാലാമത്തെ മകന് DIS സ്കൂളിൽ തന്നെ പഠിക്കുന്നു, 2ാം ക്ലാസ്സിൽ പഠിച്ചു. എങ്ങനെയുണ്ട് പൊതുജീവിതമൊക്കെ? അങ്ങനെ പോകുന്നു, നല്ല രീതിയിൽ തന്നെ. ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. അതിന്റെ കൂടെ തന്നെയാണ് നമ്മുടെ ഇപ്പം പുതുതായിട്ട് വന്നിട്ടുള്ള CH സെന്ററിന്റെ പ്രവർത്തനം. ജനറൽ കൺവീനർ. CH സെന്ററിൽ ഒരുപാട് നല്ല പ്രവർത്തനം. നമ്മൾ ജില്ലാ ആശുപത്രിയുടെ അടുത്താണ് 3 വർഷത്തോളമായി ഇപ്പൊ പ്രവർത്തിച്ചു വരുന്നത്. അതിന്റെ പ്രവർത്തനം അവിടെയാണ്. പ്രവർത്തനങ്ങൾ നമ്മുടെ പാലിയേറ്റീവ്, വീടുകളിൽ കഴിയുന്ന കിടപ്പ് രോഗികൾ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ ഹോം പാലിയേറ്റീവും IP പാലിയേറ്റീവും. പ്രസിഡന്റ് അതിന്റെ മഠത്തിൽ മൊയ്തു എന്ന് പറയുന്ന ആളാണ്. താങ്കൾ അതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. വേറെ ഏതോ നിർച്ചലിൽ വേറൊരു വിദ്യാഭ്യാസ നമ്മുടെ അവിടെ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജുണ്ട്. 19ഓളം ആൺകുട്ടികളും പെൺകുട്ടികളായിട്ട് പഠിക്കുന്ന 2 സെക്ഷൻ. അതിന്റെ പ്രസിഡന്റാണ്. ഇപ്പൊ ഏതൊക്കെ പോസ്റ്റുകളാണ് നിലവിലുള്ളത്? പാർട്ടിയിൽ ഏത് പാർട്ടിയിൽ മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. ദീനുൽ ഇസ്ലാം സഭയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആ കോളേജിന്റെ പ്രസിഡന്റാണ്. ഗേൾസ് സ്കൂളിന്റെ മാനേജറാണ്. പിന്നെ അതുകൂടാതെ CH സെന്ററിന്റെ കൺവീനറാണ്. 5-6 പദവി, 1.5 പദവികൾ ഇപ്പോൾ വഹിക്കുന്നുണ്ട്.
എങ്ങനെയാണ് ഒരു ദിവസമൊക്കെ ചിട്ടപ്പെടുത്തുന്നത്? രാവിലെ എത്ര മണിക്ക് തുടങ്ങും പരിപാടി? ഈ പറയപ്പെട്ട നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് ഇത്. അപ്പൊ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ദിവസവും എത്തിപ്പെടും. ഫുൾ ടൈം പൊതുപ്രവർത്തനം തന്നെയാണ്. മക്കളൊക്കെ എങ്ങനെ സെറ്റിൽ ആയോ? എല്ലാവരും മാരേജ് ആയോ? മൂത്തയാൾക്ക് എത്ര വയസ്സുണ്ട്? മൂത്തവൻ 23. അപ്പൊ കല്യാണം എടുക്കുകയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കുറച്ച് നേരത്തെ കല്യാണം കഴിക്കുമല്ലോ അല്ലേ? അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. യെസ്, നല്ല സന്തോഷം. കാരണം ഈ സക്സസ് സ്റ്റോറിയിൽ വന്നിരിക്കുമ്പോൾ ഒരു അഭിമുഖം കഴിയുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടും. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. 3 വാർഡുകളിൽ 1/2 ഡസൻ പ്രസ്ഥാനങ്ങൾ, 5000-ഓളം കുട്ടികൾക്ക് വിദ്യാഭ്യാസം. തുടക്കം മനുഷ്യന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമായ മരണത്തിൽ നിന്ന്. കാരണം പച്ചയായ ഒരു യാഥാർത്ഥ്യം ജനനവും മരണവുമാണ്. ജനിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല, മരിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് ബോഡി ആവും. ഡെഡ് ബോഡി ആയാൽ പിന്നെ അവന് പേരില്ല, നാടില്ല, ഊരില്ല. എപ്പോഴും നമ്മൾ പറയും ഡെഡ് ബോഡി, മയ്യത്ത്, മൃതദേഹം എന്നൊക്കെ അതിനെ പറയുക. പേര് പോലും വിളിക്കില്ല. ആ പേര് വിളിക്കാത്ത മയ്യത്തിനെ, മൃതദേഹത്തെ ഏറ്റെടുത്ത് പരിപാലിക്കാൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനം 105 വർഷം കൊണ്ട് വളർന്ന് പന്തലിച്ച് അങ്ങ് UN വരെ എത്തി നിൽക്കുന്നു. അതിനെ നയിച്ച അഹമ്മദ് സാഹിബ് മലയാളികളുടെ മനസ്സിൽ എന്നും ജ്വലിക്കുന്ന ഒരു ഓർമ്മയാണ്. ആ മനുഷ്യനാണ് ഈ പ്രസ്ഥാനത്തെ 1/2 നൂറ്റാണ്ട് കാലം നയിച്ചത്. കണ്ണൂർ സിറ്റി എന്ന പ്രൗഢമായ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ നിന്ന്, ദീനുൽ ഇസ്ലാം സഭയുടെ ആസ്ഥാനത്ത് നിന്ന് പ്രേക്ഷകരോട് ഇത് പങ്കുവെക്കുമ്പോൾ മനസ്സിന് വലിയ തൃപ്തിയാണ്, സന്തോഷമാണ്. ഇതിനെ നയിക്കുന്ന ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സമീറിൻ്റെ ജീവിതം, അദ്ദേഹം കടന്നു വന്ന വഴികൾ, നയിക്കുന്ന 6ഓളം പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരുന്ന് അതിനെയൊക്കെ നയിക്കുമ്പോൾ പൊതുപ്രവർത്തകർ കടന്നു വരുന്ന വഴികൾ പുതുതലമുറയ്ക്ക് ഒരു പാഠമാണ്, പാഠപുസ്തകമാണ്. ഒരു പ്രസ്ഥാനത്തിന് ഏതൊക്കെ മേഖലകളിൽ കൈവെക്കാമെന്ന് ദീനുൽ ഇസ്ലാം സഭ നമ്മളെ പഠിപ്പിക്കുന്നു. അതും നമുക്കൊരു ജീവിതത്തിൻ്റെ ഒരു പാഠമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർക്കും ഒപ്പം സമീറിനും സക്സസ് സ്റ്റോറിയുടെ നന്ദി, നമസ്കാരം.